ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വന സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ മാമനെ വീണ്ടും ദേവമംഗലത്തേക്ക് ക്ഷണിക്കുന്നുണ്ട് ആര്യനും ആനന്ദും ആകാശും കൂടി ചേർന്ന്. പക്ഷെ മാമൻ പറയുന്നുണ്ട് എനിക്കിപ്പോൾ എന്തായാലും അവിടെ വരാൻ സാധിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അത് വേണ്ട എന്ന് തന്നെ വിചാരിക്കുകയാണ്. തിരിച്ച് വീട്ടിലെത്തുന്ന മാമനെ കയ്യോടെ പിടിക്കുകയാണ് അച്യുതൻ കേട്ടോ. കാരണം മാമൻ ദേവമംഗലത്ത് പോയതാണോ, അവിടെ പോയി കുറച്ച് മദ്യപിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ അച്യുതനെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ അച്യുതൻ വേഗം തന്നെ ഇവനെ എത്രയും പെട്ടെന്ന് കട സ്വന്തമാക്കി കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ആ കടയിലെ ആ ഓണറെ വിളിക്കുകയാണ്. എന്തായി എൻ്റെ അനിയൻ്റെ കടയുടെ കാര്യം പറഞ്ഞത്? മറ്റന്നാൾ ഉദ്ഘാടനം നടത്താൻ പറ്റുമോ? മറ്റന്നാൾ നടത്താം സാർ, ഒരു കുഴപ്പമില്ല, മറ്റന്നാൾ ഉദ്ഘാടനം നടത്താം എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ മാമൻ്റെ കടയുടെ ഉദ്ഘാടനം മറ്റന്നാൾ നടക്കേണ്ട സമയത്ത് ദേവിയാണെന്നുണ്ടെങ്കിൽ മീനാക്ഷിനെ വിളിക്കുകയാണ്. മീനു, നിനക്ക് ഇന്ന് എൻ്റെ വീട്ടിലേക്കൊന്ന് വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മീനു പറയേണ്ട എടുത്ത് ഇന്ന് കുറച്ച് തിരക്കാണ് ഓഫീസിൽ, ഞാൻ നാളെ വരാം എന്ന് പറയാണ്. മീനു, എനിക്ക് അത്യാവശ്യമായിട്ട് നിന്നെ കാണണം, അത്യാവശ്യമാണെന്നൊക്കെ പറയുമ്പോൾ മീനു പറയേണ്ട എടുത്ത് ഇന്ന് തിരക്കായതുകൊണ്ടാണ്, പക്ഷെ നാളെ ഞാൻ തീർച്ചയായിട്ടും രാവിലെ തന്നെ ഓഫീസിൽ പോകാമെന്ന് പറഞ്ഞ് എടുത്തിനെ കാണാൻ വേണ്ടി വരാം. ഞാൻ എടുത്തിടത്ത് കാണുന്ന കാര്യവും സംസാരിക്കുന്ന കാര്യവും ഇവിടെ ആർക്കും അറിയില്ല. ഞാനതിനെ എടുത്തിനെ കാണാൻ വേണ്ടി നാളെ വരാം. ഇന്ന് ഓഫീസിൽ ഉച്ചയ്ക്ക് മുമ്പ് ഇറങ്ങാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എടുത്തിനെ കാണാൻ വരാമെന്ന് മീനാക്ഷി വാക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേവിയാണെങ്കിൽ മീനാക്ഷിനെ കാത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ മീനാക്ഷി ദേവിനെ കാണാൻ വേണ്ടി ഒളിച്ചും പാത്തും ദേവിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെ എത്തുമ്പോൾ തന്നെ സ്ത്രീകൾ ചോദിക്കണ്ടേ എന്തിനാണ് ഇപ്പോൾ വന്നത്? ഞങ്ങൾ അവിടെ വന്നപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ സ്വീകരണമാണോ ഞങ്ങൾക്ക് തന്നത്? ഞങ്ങൾ ആ പടിയടിച്ച് പിണ്ടം വെക്കുന്ന പോലെയല്ലേ? വാതിൽ ലോക്ക് ചെയ്യുന്നു, ഞങ്ങളടുത്ത് സംസാരിക്കുന്നില്ല, എന്തൊക്കെയായിരുന്നു? ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ആദിത്യ മര്യാദയൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ അകത്തേക്ക് കയറ്റുന്നത്. കേറ്. അല്ല, ദേവിയെടുത്തി അകത്തുണ്ട് എന്ന് പറയാണ്. ശേഷം ദേവീനെ ആ റൂമിലേക്ക് പോയി കാണുമ്പോഴേക്കും നമ്മുടെ മീനാക്ഷി പറയണ്ടേ ഇത്രയൊക്കെ ആയിട്ടും ദേവിയെടുത്തിലെ വീട്ടുകാർക്ക് അഹങ്കാരത്തിന് ഒരു കുറവും ഇല്ലല്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയാനാ മീനു, ഇവരുടെ ഈ സ്വഭാവം കൊണ്ട് തന്നെയാണ് എൻ്റെ ജീവിതം ഇങ്ങനെയായി പോയത്. എത്രയൊക്കെ ഉപദേശിച്ചാലും എത്രയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചാലും അവരുടെ തലയിൽ കയറുന്നില്ല എൻ്റെ മീനു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇങ്ങനത്തെ ഒരു അച്ഛനും അമ്മയായി പോയല്ലോ ദേവിയെടുത്തില്ല. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ മക്കളുടെ ജീവിതം തൊലക്കണത് സ്വന്തം അച്ഛനും അമ്മയും തന്നെയാണ്. അല്ല, ദേവിയെടുത്ത് എന്താ എന്നെ കാണണമെന്ന് പറഞ്ഞത്? മീനു, എനിക്ക് അവിടെ വരണം മീനു, എനിക്ക് ഇവിടെ നിന്നിട്ട് ഒരു സുഖമില്ല മീനു, എനിക്ക് ആനന്ദേട്ടനെ കാണാതെ പറ്റുന്നില്ല മീനു, അമ്മേനെ കാണണം, ബാലച്ചനെ കാണണം, നിങ്ങളെല്ലാവരെയും കാണണം മീനു, പ്ലീസ് മീനു, എന്നെ എങ്ങനെയെങ്കിലുമൊക്കെ അവിടെ കൊണ്ടുപോകും മീനു എന്ന് പറയുമ്പോൾ മീനാക്ഷി പറയണ്ടേ എടുത്തി ഞങ്ങൾക്ക് എല്ലാവർക്കും ഏടത്തിനെ മിസ് ചെയ്യുന്നുണ്ട്. എന്തിനാ? അമ്മയാണ് ഏടത്തിനെ ഏറ്റവും കൂടുതൽ പുറത്താക്കിയത്, വഴക്ക് പറഞ്ഞത്. പക്ഷെ അമ്മയുടെ ഉള്ളിൽ പോലും ദേവിയെടുത്തിനെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ആണോ? അമ്മ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറഞ്ഞില്ല, നമ്മുടെ അമ്മേനെ എനിക്കറിയില്ലേ എന്ന് പറയാണ്. പിന്നെ ദേവിയെടുത്തേക്ക് ഒരു കാര്യം അറിയാലോ, നമ്മുടെ 3 മരുമക്കളിൽ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം ദേവിയെടുത്തിനെ തന്നെയാണ്. മിത്ര സ്വന്തം ചേട്ടൻ്റെ മകളാണെങ്കിൽ പോലും ദേവിയെടുത്ത് കഴിഞ്ഞിട്ടേ മിത്ര പോലും ഉള്ളൂ. പക്ഷെ അങ്ങനെയുള്ള ദേവിയെടുത്ത് ഇങ്ങനെ ചെയ്തപ്പോഴേക്കും അമ്മക്കത് സഹിക്കാൻ പറ്റിയില്ല. എനിക്കറിയാം മീനു, ഇന്നല്ലെങ്കിൽ നാളെ ഈ സത്യങ്ങളൊക്കെ എല്ലാവരും മനസ്സിലാക്കും എന്നൊക്കെ എനിക്കറിയായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാണ് എനിക്കറിയില്ല മീനു എന്ത് ചെയ്യണമെന്ന്. ഇനിയിപ്പോൾ എന്നെ അവിടെ വന്ന ആർക്കും എന്നെ പഴയ പോലെ സ്നേഹിക്കാനൊന്നും പറ്റില്ല മീനു. സ്നേഹിക്കാതിരിക്കാൻ ഇപ്പം എന്താ ദേവിയെടുത്തി? സത്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. ദേവിയെടുത്തി തെറ്റൊന്നും ചെയ്തിട്ടില്ല, ദേവിയെടുത്തി അച്ഛനും അമ്മയാണ് എല്ലാ തെറ്റും ചെയ്തെന്നൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ ദേവിയെടുത്തി ഇതൊന്നും ആദ്യമേ ആർക്കും പറഞ്ഞില്ലല്ലോ. അറ്റ്ലീസ്റ്റ് എൻ്റെ അടുത്തും മിത്രടുത്തെങ്കിലും ദേവിയെടുത്തേക്ക് പറഞ്ഞുകൂടായിരുന്നോ? ഞങ്ങൾ എന്ത് കാര്യത്തിലും ദേവിയെടുത്തിയുടെ കൂടെ തന്നെ ഉണ്ടാവുന്നതല്ലേ ദേവിയെടുത്തി? പിന്നെ എന്തുകൊണ്ടാണ് ദേവിയെടുത്തി ഞങ്ങൾക്ക് സത്യങ്ങളൊന്നും പറയാതിരുന്നത്? മീനു, എപ്പോഴും ഞാൻ വിചാരിക്കും നിങ്ങളോട് സത്യങ്ങളൊക്കെ തുറന്നു പറയണമെന്ന്. പക്ഷെ ഓരോരോ സമയത്തും ഓരോരോ പ്രശ്നങ്ങളല്ലേ ദേവമംഗലത്ത്, അതുകൊണ്ട് എനിക്ക് എൻ്റെ കാര്യങ്ങൾ പറയാൻ പറ്റാതിരുന്നത്. മീനു, ഞാനും കൂടി നിൻ്റെ കൂടെ വന്നോട്ടെ മീനു. അയ്യോ ദേവിയെടുത്ത് ഇപ്പം വേണ്ട, ഞാൻ ദേവിയെടുത്ത കാര്യങ്ങൾ പതുക്കെ വീട്ടിലൊന്ന് പറഞ്ഞ് സംസാരിക്കാം. എത്ര നാള് എനിക്കൊരു നിമിഷം പോലും നിങ്ങളൊന്നും കാണാതിരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഇവിടെ നിന്ന് ഭ്രാന്ത് പിടിക്കുക, ഞാൻ വല്ല കടുങ്കയും ചെയ്തു പോകും മീനു. അയ്യോ അങ്ങനെയൊന്നും പറയില്ല ദേവിയെടുത്തി. നോക്ക്, ദേവിയെടുത്തിനെ ആനന്ദേട്ടനെ പഴയ പോലെ ദേവിയെടുത്തേക്ക് വേണ്ടേ? ദേവിയെടുത്തിന് ഗോമതിയമ്മേനെ പഴയ പോലെ വേണ്ടേ? ബാലച്ചനെ ഞങ്ങളെല്ലാവരും അതിനെ ദേവിയെടുത്തി കുറച്ചൊന്ന് ക്ഷമിക്കുക. ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ദേവിയെടുത്തിനെ ഒന്ന് എല്ലാവരുടെയും മനസ്സ് മാറ്റുന്ന രീതിയിൽ സംസാരിച്ച് ദേവിയെടുത്തിനെ തിരിച്ചു കൊണ്ടുപോകാം എന്ന് മീനാക്ഷി ദേവിക്ക് വാക്ക് കൊടുക്കാട്ടോ. ദേവി അങ്ങനെ ഓരോരോ ദിവസം ഓരോരോ പ്രതീക്ഷയിലാണ്. ഇന്ന് മീനാക്ഷി വിളിക്കാൻ വരും, നാളെ വിളിക്കാൻ വരും എന്നൊക്കെ ഓരോരോ പ്രതീക്ഷയിൽ അങ്ങനെ കുറച്ച് ദിവസങ്ങൾ പോകെ നമ്മുടെ ആനന്ദ് പിന്നെ അമ്പലത്തിലും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് തന്നെ നടപ്പാട്ടോ. കാരണം അമ്പലത്തിൽ പോകുമ്പോൾ ആനന്ദിന് കുറച്ച് സമാധാനം കിട്ടുന്നത്. അങ്ങനെ ഇനിയിപ്പോൾ തമിഴിലെ ഭാഗമാണ് ഞാൻ പറയണത്, മലയാളത്തിൽ ഈ ഭാഗം വരും കേട്ടോ. അങ്ങനെ അമ്പലത്തിലേക്ക് പോകുന്ന ആനന്ദ് മുമ്പ് സ്നേഹിച്ച
സ്നേഹിച്ച ആ ഒരു പെണ്ണുണ്ടല്ലോ, അത് കല്യാണമൊക്കെ കഴിഞ്ഞായിരുന്നു. അന്ന് ആനന്ദിൻ്റെ ആ ഒരു ആ സ്നേഹം കണ്ടിൽ നടിച്ചത് ബാലനായിരുന്നു. ആ പെണ്ണിന് ബന്ധുബലം കുറവാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ വിവാഹബന്ധം വേണ്ടെന്ന് ബാലൻ വെച്ചത്. അപ്പോൾ ആ പെണ്ണിനെ കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ആനന്ദ് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ കാണുമ്പോഴേക്കും ആനന്ദ് ഇങ്ങനെ ആദ്യം കാണുമ്പോൾ മൈൻഡ് ചെയ്യണോ വേണ്ടേ എന്നൊക്കെ ഒരു സംശയത്തിലായിരുന്നു. പിന്നെ ഈ പെണ്ണ് തന്നെ ആനന്ദേട്ടാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പോൾ ആനന്ദ് ആ എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണിൻ്റെ അടുത്തേക്ക് പോകണം. ആ പെണ്ണിൻ്റെ പേര് അഞ്ജന എന്നാണ് കേട്ടോ. ആ അഞ്ജന എന്താ സുഖമല്ലെന്ന് ചോദിക്കുമ്പോൾ ആ കുഴപ്പമില്ല ആനന്ദേട്ടാ. ആ ആനന്ദേട്ടൻ്റെ സുഖമല്ലേ? ആ കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ്. ശേഷം അവർ തമ്മിൽ അങ്ങനെ ദിവസവും പിന്നെ അമ്പലത്തിൽ വെച്ച് കാണൽ പതിവായിട്ടോ. ആ പെണ്ണ് അവിടെ എന്തോ ഒരു കാര്യത്തിൽ ആ പെണ്ണിൻ്റെ വീട് അവിടെയാണ്. അപ്പോൾ ഭർത്താവായിട്ട് ചെറിയൊരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനെ സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുകയാണ് ആ പെണ്ണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എപ്പോഴും അമ്പലത്തിൽ വരലുണ്ട്. അപ്പോൾ ആനന്ദും ഇങ്ങനെ അമ്പലത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അവർ പതുക്കെ പതുക്കെ സംസാരിച്ച് അവരുടെ പരസ്പരം ജീവിതം തുറന്നു പറയാണ്. ആനന്ദ് ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ വിവാഹം കഴിഞ്ഞിരുന്നു, ലോക കള്ളിയായിട്ടുള്ളൊരു പെണ്ണിനാണ് എൻ്റെ എനിക്ക് കിട്ടിയത്. അവസാനം അന്വേഷിച്ച് ഒരു കള്ളിയായിട്ടുള്ള പെണ്ണിനാണ് എനിക്ക് കിട്ടിയത്. അവളിപ്പോൾ അവളുടെ വീട്ടിലാണ്. നുണ മാത്രമേ പറയുള്ളൂ. അവളും അവളുടെ വീട്ടുകാരും ഇങ്ങനെയൊക്കെ കള്ളം പറഞ്ഞിട്ടാണ് വിവാഹം നടത്തിയത്. കാര്യങ്ങളൊക്കെ ആ പെണ്ണിനോട് തുറന്നു പറയാണ് ആനന്ദ്. അപ്പോൾ ആ പെണ്ണും പറയുന്നുണ്ട്, എൻ്റെ വീട്ടിലും കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ അമ്മ അങ്ങനെ പറയണത് മാത്രമേ അദ്ദേഹം കേൾക്കുകയുള്ളൂ. അദ്ദേഹത്തിന് ഇപ്പം എന്നെ ഒരു താല്പര്യമൊന്നും ഇല്ല, ഇനിയിപ്പോൾ വീട്ടിൽ കൊണ്ട് നിർത്തിയതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു പഴയ സൗഹൃദമൊക്കെ പുതുക്കുകയാണ്. അപ്പോൾ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കെ അവിടെ വേറൊരു കോമൺ ഫ്രണ്ട് ഇത് കാണും കേട്ടോ. അപ്പോൾ അവർ വിചാരിച്ചു ഇവരുടെ വിവാഹം കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ ഒരു വിവാഹം കഴിച്ചോ, നല്ല കാര്യം. നിങ്ങൾ കോളേജിൽ ഒരുമിച്ച് പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രണയം കണ്ടിട്ട് ഞങ്ങൾക്ക് പോലും ഒരു അസൂയൊക്കെ തോന്നിയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഒന്നായല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് തെറ്റിദ്ധരിക്കുകയാണ് മിക്ക ആൾക്കാരും കേട്ടോ. അപ്പം ഇങ്ങനെ ഈ ഒരു കാഴ്ച നമ്മുടെ ദേവിയുടെ തൊട്ടപ്പുറത്തുള്ള ഒരു പുള്ളിക്കാരത്തി കാണുന്നുണ്ട്. ആഹാ കൊള്ളാലോ, ആനന്ദയും ഈ പെണ്ണിനെ എല്ലാ ദിവസവും ഇപ്പം അമ്പലത്തിൽ വെച്ച് കാണുന്നുണ്ടല്ലോ. ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ് രണ്ടുപേരുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ. ഇതെന്തായാലും ശ്രീകലെടുത്ത് പറയാം എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആ സ്ത്രീ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ശ്രീകലനെ ഫോൺ വിളിക്കുകയാണ്. അതെ, നിങ്ങളുടെ മരുമകനുണ്ടല്ലോ ഇപ്പൊ വേറെ കെട്ടിയല്ലേ? വേറെ കെട്ടിയെന്നോ? നീ എന്തൊക്കെയാ പറയണത് എന്ന് പറയുമ്പോൾ അതെ, അവൻ എപ്പോഴും അമ്പലത്തിലൊരു പെണ്ണായിട്ട് ചുറ്റിക്കറങ്ങാറുണ്ട്. അത് അവനൊന്നായിരിക്കില്ല, നിനക്ക് തെറ്റിയതായിരിക്കും. ഞാൻ പറഞ്ഞ സത്യമാണ്. വേണമെങ്കിൽ ഇപ്പൊ വരികയാണെങ്കിൽ അമ്പലത്തിൽ ആ സീൻ കാണാന്ന് പറയാണ്. അങ്ങനെ കേട്ട പാതി കേൾക്കാത്ത പാതി സ്ത്രീകളായിട്ട് ദേവി ഓടി വാടി, നിന്റെ ഭർത്താവ് ആനന്ദ് വേറെ ഏതോ പെണ്ണായിട്ട് ചുറ്റിക്കറങ്ങുവാടി, വാടി ദേവി, നമുക്കൊന്ന് പോയി നോക്കാടി ദേവി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ്. അങ്ങനെ ദേവിയും പോകുന്നുണ്ട്. അമ്പലത്തിൽ എത്തുമ്പോൾ ഞെട്ടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് കേട്ടോ. നോക്കുമ്പോൾ ആനന്ദ് ആ പെണ്ണിട്ട് സംസാരിക്കുന്നു. അവർ രണ്ടിന്റെ പെരുമാറ്റമൊക്കെ കണ്ട ശരിക്കും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കേട്ടോ. അവരുടെ മനസ്സിനുള്ളിൽ പിന്നെയും അവിടെ പഴയൊരു സ്നേഹവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആനന്ദിനെ വീണ്ടും ആ പെണ്ണിനെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ആ പെണ്ണാണെങ്കിൽ ആനന്ദിനെ കിട്ടിയപ്പോൾ തൻ്റെ വിഷമങ്ങളൊക്കെ പറയാൻ ഒരു കൂട്ടുകാരനെ കിട്ടിയല്ലോ ഒരു സന്തോഷത്തിലാണ് ആ പെണ്ണും. അങ്ങനെ അവർ പരസ്പരം കൂട്ടാവുകയും കുറച്ച് അടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനത്തെ കുറേ ഭാഗങ്ങളാണ് ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ഇതൊക്കെ ദേവി അറിയുമ്പോൾ ദേവി ആകെ തകർന്നു പോവാട്ടോ ചെയ്യണത്. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.